CPIM കരുത്തനെ കളത്തിലിറക്കിയത് എന്തിനാകും? തോമസ് ഐസക് എന്ന മുൻ ധനമന്ത്രി, ആ ധനമന്ത്രിയുടെ പരിചയ സമ്പത്ത് നേട്ടമുണ്ടാക്കുമോ എന്നതാണ് അറിയേണ്ടത്. പ്രവീൺ പുരുഷോത്തമൻ, നരേന്ദ്രമോദി എത്തുന്നു അനിൽ ആന്റണിക്ക് വേണ്ടി. ഇടതുപക്ഷം ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അവൈലബിൾ ബെസ്റ്റിനെയാണ് പത്തനംതിട്ടയിൽ ഇറക്കിയിരിക്കുന്നത്. ഡോക്ടർ TM തോമസ് ഐസക് വളരെ നേരത്തെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തോമസ് ഐസക്കിന്റെ പരിചയ സമ്പത്ത് അനിൽ ആന്റണിയുടെ യുവത്വത്തോട്, ആന്റണിയുടെ മണ്ഡലത്തിലെ സ്വീകാര്യതയോട് ഏറ്റുമുട്ടി ജയിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉരുത്തിരിയുന്നുണ്ടോ പ്രവീൺ? സുജയ, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി മത്സരം തീ പാറുമെന്ന് ഉറപ്പാണ്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഇന്ന് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പത്തനംതിട്ടയിലേക്ക് എത്തിയത്. ഇടതുപക്ഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ LDF ക്യാമ്പുകളിൽ ഈ അനിൽ ആന്റണിക്ക് വേണ്ടി നരേന്ദ്രമോദി എത്തുന്നത് സംസാര വിഷയമായിരുന്നു. അവർ പല രീതിയിലുള്ള തന്ത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഏറ്റവും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യം ഡോക്ടർ തോമസ് ഐസക് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അവർ നേരത്തെ ഇടത് ക്യാമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു. കിഫ്ബി പദ്ധതിയിലൂടെ സംസ്ഥാനത്തെമ്പാടും നടത്തിയ വലിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇടതുമുന്നണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും എല്ലാ യോഗങ്ങളിലും ഒപ്പം തന്നെ പ്രചരണ പരിപാടികളിലെല്ലാം തന്നെ തോമസ് ഐസക് ഉയർത്തുന്നുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിൽ ആക്കുന്നു. വികസന പ്രവർത്തനങ്ങളൊന്നും കേരളത്തിൽ നടക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മലയാളികൾ ഒരുപക്ഷെ മടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ BJPക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായേക്കാം എന്ന രീതിയിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് തെറ്റുപറ്റും. കിഫ്ബിയെ പറ്റിയുള്ള യഥാർത്ഥ വിവരങ്ങൾ മലയാളികൾക്കറിയാം. അവർ വികസനത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് വോട്ട് ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് തോമസ് ഐസക്കിനുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇടതുമുന്നണിയും വളരെ തന്ത്രപൂർവ്വം, വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് റബ്ബർ കർഷകർക്ക് വേണ്ടിയുള്ള സംസാരം പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ നേരത്തെ നമ്മൾ വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ റബ്ബറിൻ്റെ താങ്ങുവിലയിൽ വർധനവ് വരുത്തുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഒരു സംഖ്യ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും റബ്ബർ കർഷകർ ദുരിതത്തിലാണ്. അതിന് സംസ്ഥാന സർക്കാർ കർഷകർക്കായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഇടതുമുന്നണി പ്രചരണ വിഷയമാക്കും. കാരണം പേരിന് വേണ്ടി മാത്രം നരേന്ദ്രമോദി റബ്ബർ കർഷകരെ പറഞ്ഞുപോയി. വേണ്ടത്ര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സഹായ പദ്ധതിയൊന്നും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യാക്രമണമായിരിക്കും ഇടതുമുന്നണി വരും ദിവസങ്ങളിൽ നടത്തുക. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനം NDA ക്യാമ്പിൽ ഉണർവുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും LDF ക്യാമ്പിൽ അത് ആശങ്ക ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അവർ ഇടതുപക്ഷത്തിന് ആശങ്കയില്ല. സിറ്റിംഗ് സീറ്റിൽ നിൽക്കുന്ന ആന്റണിക്കും UDFനും അത് ആശങ്കയുണ്ടോ എന്നറിയണം.